ഇവിടെ ഈ അന്വേഷണത്തിൽ എന്തൊക്കെ വെല്ലുവിളികളുണ്ട് ശ്രീ ജോർജ് ജോസഫ്? അങ്ങേക്ക് തോന്നുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതെ, ഇപ്പം വീട്ടുകാർ 41 പേരാണ് ഈ സംഘം പാലക്കാട്ട് നിന്ന് അവർ കടമ്പഴിപ്പുറത്ത് നിന്ന് പോയത്. അതിനകത്ത് ഏകദേശം 10-25 പേരോളം തിരിച്ചു വന്ന് 15 പേര് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു 2 കുട്ടികൾ ഈ പെങ്കൊച്ചും അവർ സെൽഫി എടുത്തിട്ടുണ്ട്. ഈ 5:20-നും 5:30-നും ഇടയ്ക്ക് ആ സെൽഫിയുടെ പടമൊക്കെ ആ കൊച്ചിൻ്റെ TV ഞാൻ കണ്ടു. അപ്പം കൂടെയുള്ള പെൺകുട്ടികൾ അവിടെ നിന്നാണല്ലോ മിസ്സായി. അതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് ആ കുട്ടികൾക്കറിയാം. അവരെങ്ങോട്ട് പോയി, ഈ കുട്ടി എങ്ങോട്ട് പോയി, ഈ സെൽഫി എടുക്കുന്ന സമയത്ത് വല്ല അപകടം ഉണ്ടായോ? അവർ പറയാത്തതാണോ? കുട്ടികളല്ലേ, അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ മുതൽ എലിമിനേറ്റ് ചെയ്യണം. അത് തന്നെയല്ലേ ഇത്. അവിടുത്തെ പോലീസിന് നമ്മൾ ഈ വിവരങ്ങൾ, നമ്മൾ അറിയുന്ന വിവരം അങ്ങോട്ട് കൊടുക്കണം. അല്ലാതെ അവർ ഈ പറയുന്ന ഒരു ഇൻ്റലിജൻ്റായിട്ട് മൂവ് ചെയ്യുന്ന പറയുന്നത്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കാം. ഇതിനു മുമ്പ് ഇങ്ങനെ വീണിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ കുട്ടിയുടെ ആ ബോഡിയുടെ പഴക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ദിവസം ഇവർ കൊണ്ടുപോയി തട്ടിക്കൊണ്ട് പോയിട്ട്, കാരണം അവിടെ നിന്ന് കുറച്ച് വണ്ടികളെല്ലാം ഗ്രൗണ്ടിൽ നിന്ന് പെട്ടെന്ന് പോയെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് പണം വാങ്ങിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് വണ്ടിയുടെ നമ്പരെങ്കിലും ലഭിക്കുമായിരിക്കും. പലരും അവിടെ നിന്ന് വിട്ടുപോകുന്നത് കണ്ടു. അതെന്താ അങ്ങനെയെന്ന്, അതൊക്കെ ഒരു അൺയൂഷ്വലായിട്ടൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും ഈ 3 കുട്ടികളെ ഒന്നിച്ച് നിന്ന സമയത്തെടുത്ത സെൽഫിയും അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. അത് അവിടുത്തെ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് പോയ 10-15 പേർ അവിടെയുണ്ട്. അവർ ആ കൊച്ചുങ്ങളെടുത്ത് ചോദിക്കണം എന്താണ് നടന്നത്, എങ്ങോട്ട് പോയി, ഇവർ പോയപ്പോൾ ആ കൊച്ച് എവിടെ നിൽക്കുകയായിരുന്നു, ആ കുട്ടിയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ, മറ്റ് ഈ ടൂറിസ്റ്റുകളായിട്ട് വന്നവരാരെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ, ഇവരെ 3 പേരെ ഇരിക്കുന്ന ആരെയിലാണ് ആ മൊബൈൽ ഫോണ്. അത് 10-15 വയസ്സുള്ള കുട്ടികളുടെ കൈ മൊബൈൽ ഫോണ് സാധാരണഗതി കാണാൻ പാടില്ലല്ലോ. അപ്പോൾ ആരാണ് ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത്, ആ സമയത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായോ? ഉണ്ടെങ്കിൽ ഇവിടെ അല്ലല്ലോ വീഴേണ്ടത്. ബാബാ ബുധൻഗിരിയിലാണ് കുട്ടിയുടെ മൃതദേഹം ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്ഥലത്തേക്ക് ഇവരാരും പോകേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന വീഴ്ചയിലാണ് അവിടെ വീണെങ്കിൽ അവിടെ വരെ കുട്ടി എങ്ങനെ പോയി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൃതദേഹത്തിൻ്റെ പഴക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 70 മണിക്കൂറോളം 72 മണിക്കൂറോളം ഇനിയിപ്പോൾ അവിടുന്ന് താഴേന്ന് ആ ഗ്രാമത്തിലിറങ്ങി അവിടുന്ന് ഈ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്ന് വേണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. അപ്പം തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുമോ ഇല്ലയോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം ഇന്ന് അവിടുന്ന് കയറ്റിക്കൊണ്ട് ഇത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് സമയമെടുക്കും, രാത്രിയാവും. അതുകൊണ്ട് നാളെ പോസ്റ്റ്മോർട്ടം നടക്കാനുള്ള സാധ്യതയും വളരെ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ നാളെയൊക്കെ ആയി കഴിയുമ്പോൾ ഏകദേശം 10-78 മണിക്കൂർ അതിലോട്ട് 78-80 മണിക്കൂറിലേക്ക് പഴക്കമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കുട്ടിക്ക് സംഭവിച്ചെന്ന് കണ്ടെത്താനൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അഡ്വഞ്ചർ ടൂറിസം വലിയ രീതിയിൽ ചർച്ചയാവുകയും ഈ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ പോവുകയാണ്. ശരണ്യയുടെ കേസ് നമ്മൾ ചർച്ച ചെയ്ത് അതിൻ്റെ ആശങ്ക മാറിയിട്ടും അത് ആശ്വാസത്തിലേക്ക് എത്തിയിട്ടും ഒരുപാട് നാളായിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ, ഞാനത് പലയിടത്തും പറയും, പലർക്കും അത് പിടിക്കില്ല. എല്ലാവർക്കും ഈ സഞ്ചാരത്തിലേക്കാണ് ഇവിടുത്തെ മലയാളികളെല്ലാം. കുട്ടികളൊക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ്. അതിനകത്തുള്ള റിസ്ക് ഒരു അംഗത്തിനെ നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇവിടെ. നേരത്തെ ഒരു കുട്ടിയെ നമ്മളറിയാവില്ല, വനത്തിൽ പോയി 4 ദിവസം ഉണ്ട്. അതിനകത്ത് ഒത്തിരി കോൺട്രവേഴ്ഷ്യലായ കാര്യങ്ങൾ വരുന്നുണ്ട്. അവർ വേറെ ചിലരുടെ കൂടെ പോയതാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. കഴിവുള്ളിടത്തോളം ഇതുപോലെയുള്ള എക്സ്പീരിയൻഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പോകരുത്. പറഞ്ഞാൽ പലർക്കും പിടിക്കത്തില്ല. കഴിവുള്ളിടത്തോളം പോകരുത്. നമ്മുടെ നാട്ടിൻപ്രദേശമുള്ള സ്ഥലങ്ങളിലൊക്കെ 3, 4, 5 ദിവസമൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ കിടന്ന്, അത് 4 ദിവസം കണ്ട് അവിടെ കിടന്നു 41 പേര് പോയതാണ്. ഇതൊക്കെ റിസ്ക്കിയാണ്. പല ആൾക്കാർക്ക് അപകടം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് സ്കൂളുകളിൽ നിന്നൊക്കെ ബാംഗ്ലൂരും മറ്റിടത്ത് മറിച്ചൊക്കെ പോയിട്ട് 2ാം ദിവസം 3ാം ദിവസമാണ് വരുന്നത്. ആ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു വെള്ളച്ചാട്ടമോ അല്ലെങ്കിൽ ഒരു നദിയോ കണ്ട് അവിടെ ഇറങ്ങി കുട്ടികൾ കുഴിച്ചിട്ട് എത്ര പേര് മരിച്ചിരിക്കുന്നു. ഈ പോകുന്ന വഴിക്ക് എത്ര കുട്ടികൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ നഷ്ടപ്പെടുകയാണ്. ഈ ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ചെന്ന് നഷ്ടപ്പെടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അതിനെ തിരിച്ച് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇന്നലെ അപകടം മണക്കുന്നല്ലോ എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഇന്നലെ ആ വാർത്തകളെല്ലാം കണ്ടപ്പം പക്ഷെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ കൈവിട്ട് കുട്ടികൾ പോകും. കൊച്ചുങ്ങളല്ലേ, 10-15 വയസ്സുള്ള കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പോയി സെലക്ട് ചെയ്യരുത്, അപകടം ഉണ്ടാവും നമുക്ക്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ചേർന്ന് വളരെയധികം ആൾക്കാർ ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഹിമാലയൻ പ്രദേശത്തൊക്കെ പോകേണ്ടവർ, ആരോഗ്യമുള്ളവരൊക്കെ പോട്ടെ. അവിടെ എന്ത് റിസ്ക് ഉണ്ടായി അവിടെ ചെന്ന് പല ആൾക്കാരും അവിടെ ചെന്ന് ആ ഹിമാലയത്തിലെ അവിടുത്തെ പല സ്ഥലങ്ങളിലും അവിടുത്തെ മലകളെല്ലാം ഉരുണ്ട് വീണും മഞ്ഞിൻ്റെ പ്രശ്നം ഉണ്ടായി ഒത്തിരി
പേര് മലയാളികൾ ധാരാളം മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഒന്നൊരു വഴി നഷ്ടപ്പെടുന്നുണ്ട് ജീവൻ പലർക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള എക്സ്പെഡീഷനൊക്കെ പോകുന്നത് റിസ്ക്കാണ്. പ്രത്യേകിച്ച് ഒരു കൂട്ടം ജനങ്ങൾ ഒന്നിച്ച് പോകുമ്പോൾ പലരും മിസ്സാകും. ഏതായാലും ഇതൊരു എല്ലാവർക്കും ഒരു പാഠമായിട്ടാണ്. നമുക്ക് സുന്ദരിയായ മിടുക്കിയായ 10ാം ക്ലാസ് എഴുതിയ ഒരു കൊച്ചിനെ നമുക്ക് നഷ്ടപ്പെട്ട് കാണുന്നത്. ആ സങ്കടത്തിലാണ് കേരളത്തിലെ ജനങ്ങളെല്ലാവരും.